അഞ്ചിൽ മൂന്ന്. അഞ്ചിൽ മൂന്ന് എന്താണ് അഞ്ചിൽ മൂന്ന്? പണ്ട് ക്രിക്കറ്റ് കളി കാണുന്ന ആൾക്കൊക്കെ അത് ഓർമ്മ ഉണ്ടായിരിക്കും. പക്ഷേ ഈ പുള്ളിക്കാരി ഒരു മരം കണ്ടു കഴിഞ്ഞാൽ അത് ഏത് സ്പീഷീസ് എന്നൊക്കെ കൃത്യമായിട്ട് പറയും. പ്രാവശ്യം അതൊരു ചോദ്യമാണെന്ന് 200% ഉറപ്പിക്കാം. നിങ്ങൾ ഷുവർ ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റൻ 2026 ഒരു PSC പരീക്ഷ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സഹകാരിയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് വന്ന നമുക്കിനി വരാൻ പോകുന്ന 2026 പരീക്ഷകളിൽ 1 മാർക്ക് ഷുവർ ഷോർട്ടായിട്ടുള്ള ഒരു സെഷനാണെന്ന് നമ്മുടെ പത്മ അവാർഡ്സ് അല്ലേ മിസ്സേ? അതെ, തീർച്ചയായിട്ടും. ഈ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഡിഗ്രി ലെവൽ ചോദ്യം വരുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, ഉറപ്പായിട്ട് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ അതിലേക്ക് നിങ്ങളെ ഇറക്കിക്കൊണ്ട് വരിക എന്നുള്ളത് ഈ സെഷൻ്റെ ഒരു ലക്ഷ്യമാണ്. അങ്ങനെ 1 മാർക്ക് നമുക്ക് ഉറപ്പിക്കുക. അതിനോടൊപ്പം നമുക്ക് നോർമലായിട്ടുള്ള 10th ലെവൽ 12th ലെവൽ അവിടെ ഡയറക്റ്റായിട്ട് കിട്ടാവുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ തന്നെ കിട്ടും അല്ലേ? അപ്പോൾ ഒരു 15 മിനിറ്റ് സഹകരിക്കൊപ്പം നമുക്ക് ചിലവഴിക്കാം. അപ്പോൾ മിസ്സാണെന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. മിസ്സേ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ആദ്യം ചുരുക്കി പറയാം. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ റിപ്പബ്ലിക് ഡേക്ക് മുന്നോടിയായിട്ടാണ് നമ്മുടെ ഈ പത്മ അവാർഡ്സ് എല്ലാം തന്നെ പ്രഖ്യാപിക്കുന്നത്. നമ്മൾ പത്രം എടുത്ത് നോക്കുമ്പോഴും നമ്മുടെ ഫേസ്ബുക്കും എല്ലാത്തിലും നമ്മുടെ മമ്മൂട്ടിയും നമ്മുടെ വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ നമ്മളെല്ലാവരും VS അച്യുതാനന്ദനെയൊക്കെ ഒന്നുകൂടി സ്മരിക്കാനുള്ളൊരു അവസരം കൂടിയാണ് ഈ അവാർഡ്സ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ ഈ അവാർഡെല്ലാം ഒന്ന് കണക്ട് ചെയ്താണ് പോകുന്നത്. സാറിന് അതിൻ്റെ കണക്ഷൻ മനസ്സിലായോ? ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കണക്ഷൻ ഐഡിയ ഉണ്ടോ? അതായത് നമ്മുടെ VSന് കിട്ടിയത് പത്മവിഭൂഷണാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ VS പറയുമ്പോൾ നമ്മൾ 2026 പത്മ പുരസ്കാരം പറയുമ്പോൾ 2025 കൂടെ ഒന്ന് മറിച്ച് നോക്കാനുള്ളൊരു അവസരം ഇവിടെ നമുക്കുണ്ട്. അതായത് 2026 നമുക്ക് VS അച്യുതാനന്ദൻ മരണാനന്തരം. നമ്മൾ നേരെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നമ്മുടെ MT വാസുദേവൻ നായർ 2025 മരണാനന്തരം. അതിങ്ങനെ കണക്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതുപോലെ നമുക്ക് 2-3 അവാർഡ്സ് ഇതിൽ ഇങ്ങനെ പറഞ്ഞു കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 25 MT വാസുദേവൻ നായർ സാർ, അതുപോലെ 26 മരണാനന്തരം VS അച്യുതാനന്ദൻ. നെക്സ്റ്റ്. അപ്പോൾ അതുപോലെ തന്നെ പറഞ്ഞു പോകുമ്പോൾ അവരുടെ മരണപ്പെട്ട ഡേറ്റ് നമ്മുടെ PSCക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. അവരൊക്കെ എന്ന് മരിച്ചു എന്ന് നമ്മളടുത്ത് വിളിച്ച് ചോദിക്കും. അവരുടെ വീട്ടുകാർ പോലും ചിലപ്പോൾ മറന്നു പോകും ഇവരൊക്കെ എന്നാ മരിച്ചതെന്ന്. നമ്മൾ വിളിച്ച് ചോദിക്കും, PSC ചോദിക്കും VS അച്യുതാനന്ദൻ അന്തരിച്ചത് എന്ന്. അതുപോലെ അത് റീസെന്റ് ഫാക്ട് കൂടിയാണ്. അങ്ങനെയും ചോദിക്കാവുന്നതാണ്. അങ്ങനെയും ചോദിക്കാം. അപ്പോൾ മിസ്, നമുക്ക് ഇത്തവണ ഏറ്റവും കൂടുതൽ PSCയുടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കാൻ സാധ്യതയുള്ളത് മലയാളീസിൻ്റെ എണ്ണമാണ്. 5-ൽ 3. എന്താണ് 5-ൽ 3? നമുക്കൊരു പരീക്ഷ എഴുതിയാൽ 5-ൽ 3 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, വീട്ടിൽ കാണിക്കാം, പേപ്പർ വീട്ടിൽ കാണിക്കാം. അപ്പോൾ അതുപോലെ പറയുന്ന പോലെ നമുക്ക് പത്മവിഭൂഷൺ ആകെ 5 പേർക്കാണ് കൊടുത്തത്. അതിൽ 3 മലയാളികളാണ്. ആരൊക്കെയാണ്? അതിലൊന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ VS അച്യുതാനന്ദനാണ്. രണ്ടാമത്തേത് ജസ്റ്റിസ് KT തോമസ് ആണ്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ രാജീവ് ഗാന്ധി വധക്കേസുണ്ടല്ലോ, അതിൽ വധശിക്ഷയാണ് ആദ്യം പ്രഖ്യാപിക്കുന്നത്. ആ വിധി ശരിവെച്ച ബെഞ്ചിൽ അംഗമായിരുന്നൊരു വ്യക്തിയാണ് KT തോമസ്. അതുപോലെ അടുത്ത വ്യക്തി P നാരായണൻ. അദ്ദേഹം ജന്മഭൂമി, പഴയ പത്രം ജന്മഭൂമിയുടെ പത്രാധിപരക്കായിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ RSSൻ്റെ മുൻ നേതാവായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഓക്കെ. അപ്പം 3 പേരുടെ പേര് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അവരുടെ ആ ഒരു എക്സ്പോഷർ ഏരിയയും കൂടെ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ചോദിക്കും ഈ വ്യക്തി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് 5-ൽ 3 സെറ്റായി. ബാക്കിയുള്ള 2 പേര്? ബാക്കി 2 പേരിൽ ഒരാൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലൂടെ എല്ലാവർക്കും പരിചയമാണ്. നമ്മൾ അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ നമ്മുടെ അമിതാഭ് ബച്ചൻ കാണാൻ പോകുന്നത് നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. അതെ, അമിതാഭ് ബച്ചൻ ഒറ്റയ്ക്ക് കാർ ഓടിച്ച് പോകുന്നു എന്ന് പറഞ്ഞ് പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെ, ധർമ്മേന്ദ്ര. നമ്മുടെ ഷോലെ സിനിമ. അതുപോലെ നമ്മുടെ പുലിവാൽ കല്യാണത്തിൽ ഓർമ്മയുണ്ട്, ധർമ്മേന്ദ്ര അവിടെ നിന്ന് കാർ ഓടിച്ച് ഒറ്റയ്ക്ക് പുറപ്പെട്ടു. അതും ഇതുമായിട്ട് കണക്ട് ചെയ്ത് ധർമ്മേന്ദ്ര. അടുത്ത പത്മഭൂഷൺ ആരാണ്? അടുത്തത് ഡോക്ടർ N രാജം. ഇതിലുള്ള ഒരേ ഒരു വനിതയാണ് ഡോക്ടർ N രാജം. വയലിനിസ്റ്റാണ്. ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലൊക്കെ വയലിനിസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ N രാജം. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഒറ്റ വനിത അല്ലേ? വനിത, 5-ൽ 1 വനിത. ഓക്കെ. അപ്പോൾ അടുത്ത പത്മ അവാർഡ്സ് എന്ന് പറയുമ്പോൾ പത്മഭൂഷണാണ്. അപ്പോൾ അതിനകത്ത് എത്ര മലയാളികളുണ്ട് മിസ്സേ? പത്മഭൂഷണിൽ നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ വെള്ളാപ്പള്ളി നടേശനും നമ്മുടെ മമ്മൂട്ടി, അവർക്ക് 2 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. മമ്മൂട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ 2024 സംസ്ഥാന അവാർഡ്, ഏറ്റവും മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് അദ്ദേഹം ആ പുരസ്കാരം ഏറ്റുവാങ്ങാൻ പോകുന്ന വഴിക്കാണ് ഈ ഒരു സംഭവം അറിയുന്നത്. അപ്പോൾ ഇരട്ടി മധുരമാണ് മമ്മൂട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ വെള്ളാപ്പള്ളി സാറ് അവാർഡ് സ്വീകരിച്ചതിന് ശേഷം പറഞ്ഞത് എന്താണെന്നുള്ളതാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു അവാർഡ് ശ്രീനാരായണ ഗുരുവിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഭയങ്കര ഭക്തിയാണ്, ഭക്തിപൂർവ്വം സമർപ്പിക്കുകയാണ്. അപ്പോൾ 2 പേര് പ്രധാനമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന 2 പേര്, ഒരാൾ സാംസ്കാരിക നായകനും ഒരാൾ
കലാരംഗത്ത് നിന്ന് വരുന്നു. പിന്നെ അതുപോലെ പത്മഭൂഷൺ കിട്ടിയിട്ടുള്ള മറ്റു വ്യക്തി ഷിബു സോറൻ. ഷിബു സോറൻ്റെ ആ ഒരു മേഖല എന്താണ് അദ്ദേഹത്തിൻ്റെ സംഭാവന? ഷിബു സോറൻ നമ്മുടെ ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ച ആ ഒരു സംഘടനയ്ക്കൊക്കെ നേതൃത്വം നൽകിയ വ്യക്തിയാണ്. അതുപോലെ തന്നെ നിലവിലെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ്റെ പിതാവ് കൂടിയാണ് ഷിബു സോറൻ. മറ്റൊരു വ്യക്തി സാറിന് പീയൂഷ് പാണ്ഡെ അറിയാവോ? പീയൂഷ് പാണ്ഡെ മറ്റേ പരസ്യം നമ്മുടെ ഫെവിക്കോൾ വെള്ളത്തിലും നനയാത്ത. നിങ്ങൾക്ക് പണ്ട് ക്രിക്കറ്റ് കളി കാണുന്ന ആൾക്കൊക്കെ അത് ഓർമ്മ ഉണ്ടായിരിക്കും അല്ലേ? ഒരു കമ്പ് കൊണ്ടുവന്നിട്ട് അതിനകത്ത് 5-6 തവണ ഫെവിക്വിക്ക് വെച്ചിട്ട് വെള്ളത്തിൽ നിന്ന് മുക്കി മീൻ പിടിക്കുന്ന ഒരു ചിത്രം. ആ പരസ്യ ചിത്രത്തിന്റെ നിർമ്മാതാവാണ് പീയൂഷ് പാണ്ഡെ. ഓക്കെ, പീയൂഷ് പാണ്ഡെയും മറന്നു പോകണ്ട. അപ്പോൾ ഇനിയുള്ളത് നമുക്ക് പത്മശ്രീ അവാർഡുകളാണ്. പത്മശ്രീ അവാർഡുകൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രത്യേകിച്ച് മലയാളികൾ ആരൊക്കെയാണ്? സാർ, നമ്മളെല്ലാവരും ഇങ്ങനെ ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് വിക്രം സാരാഭായ് അങ്ങനെ നമ്മൾ പഠിച്ച് വന്നവരാണ്, സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ PSC ഒരു പിതാവിനെ കൂടെ നിങ്ങൾ പഠിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു പത്മശ്രീയായിട്ട് വരികയാണ് AE മുത്തുനായകം. അതായത് നമ്മുടെ ബഹിരാകാശ മേഖലയിൽ പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങളുടെ പിതാവായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് AE മുത്തുനായകം. അതായത് നമ്മുടെ പ്രൊപ്പൽഷൻ സെൻറ്ററിൻ്റെയൊക്കെ സ്ഥാപകനായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ PSC പരീക്ഷയിൽ ചോദിക്കും, വിമല മേനോൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ അതിൽ നമ്മൾ ഓർക്കുക, വിമല മേനോൻ മോഹിനിയാട്ടം നർത്തകിയാണ്, ഈ വർഷത്തെ പത്മശ്രീ പുരസ്കാര ജേതാവാണ്. അടുത്ത പത്മശ്രീ കിട്ടിയത് നമ്മുടെ കൊല്ലക്കൽ G ദേവകി അമ്മയാണ്. ഈ ദേവകി അമ്മ ഈ ആലപ്പുഴ ജില്ലയിൽ ഒരുപാട് തപോവനങ്ങൾ ഏക്കർ കണക്കിന് പേരെടുത്ത് തപോവനങ്ങൾ സൃഷ്ടിച്ച ഒരു വനിതയാണ്. 92 വയസ്സായി. 92 വയസ്സിലാണ് അവർക്ക് ഈ പത്മശ്രീ ലഭിക്കുന്നത്. ദേവകി അമ്മയ്ക്ക് പത്മശ്രീ കിട്ടുന്നു. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു കാര്യം ഓർത്തിരിക്കേണ്ടതുണ്ട്, നമ്മുടെ തണൽ മരങ്ങളുടെ അമ്മ അല്ലേ മിസ്സേ? ഏറ്റവും ഈ അടുത്തിടെ മരിച്ചുപോയി. അപ്പോൾ ആ ഒരു കണ്ടന്റോട് പോകുന്ന നോക്കിപ്പോൾ, അതായത് നമ്മുടെ സാലുമരത തിമ്മക്ക, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കർണാടകയിൽ ഒരുപാട് ആൽമരങ്ങളൊക്കെ ഹൈവേയിലൊക്കെയാണ് അവർ ആൽമരങ്ങൾ നട്ട് വളർത്തുന്നത്. സാലുമരത തിമ്മക്ക 2025 അവർ അന്തരിക്കുന്നത്. 2019 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ കണക്റ്റിംഗ് ഫാക്റ്റായിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഓർത്ത് വെക്കേണ്ട, ഞാൻ ഈ സാലുമരത തിമ്മക്കയുടെ പേര് പറയുമ്പോൾ അതിനോടൊപ്പം പറഞ്ഞു വരുന്ന പേരാണ് തുളസി ഗൗഡയുടെ പേര്. തുളസി ഗൗഡയെ വനങ്ങളുടെ വിജ്ഞാനകോശം എന്നാണ് അറിയപ്പെടുന്നത്. സോ അതായത് നമ്മളിപ്പോൾ ഒരു മരം കാണുകയാണ്. ഈ മരം ഇപ്പം നമുക്ക് നമ്മളൊരു വീട് വയ്ക്കാൻ പോയാലും, ഇപ്പോൾ വീട് വെച്ചുകൊണ്ട് ആ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, നമ്മൾ ഈ തടി നോക്കാൻ പോകുമ്പോൾ നാട്ടുമരം ഉണ്ടോ, നാടൻ മരം ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചു പോകും. അപ്പോൾ നമ്മളെ പലരും പറ്റിക്കാറാണ് പതിവ്. പക്ഷേ ഈ പുള്ളിക്കാർ ഒരു മരം കണ്ടു കഴിഞ്ഞാൽ അത് ഏത് സ്പീഷീസ് എന്നൊക്കെ കൃത്യമായിട്ട് പറയും. കാര്യം അവർക്കൊരു നഴ്സറിയിലായിരുന്നു ജോലി, നമ്മുടെ കുട്ടികളുടെ നഴ്സറി അല്ല, ഈ ചെടികളുടെയൊക്കെ. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് ഒരു ചെടി കണ്ടു കഴിഞ്ഞാൽ, ഒരു മരം കണ്ടു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ സ്പീഷീസും എല്ലാ കാര്യങ്ങളും അവർ പറയും. അങ്ങനെ കിട്ടിയ പേരാണ് നമ്മുടെ വനങ്ങളുടെ വിജ്ഞാനകോശം. അതും പഠിച്ചിരിക്കേണ്ടതാണ്. 2024 ഡിസംബറിലാണ് നമ്മുടെ തുളസി ഗൗഡ അന്തരിക്കുന്നതും. അതുപോലെ തന്നെ 2021 പത്മശ്രീ ജേതാവ് കൂടിയാണ് തുളസി ഗൗഡ. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ ചേർന്ന് വെച്ച് പഠിക്കുക. കാര്യം അറിയാലോ, ഡിഗ്രി ലെവലിൽ ക്വസ്റ്റ്യൻ പറയണത് കറക്റ്റ് കറണ്ട് അഫേഴ്സ് എന്നല്ല. ഇതൊക്കെ എന്തുകൊണ്ട് കറണ്ട് അഫേഴ്സ്, ഇത് കറണ്ട് അഫേഴ്സ് അല്ല നമുക്ക് തോന്നും. ഉറപ്പായിട്ടും. കാര്യം നമ്മൾ ഈ ഡെയിലി കേൾക്കുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ക്ലാസ് ഡെയിലി കാണുന്നവർക്ക് ഈ ദേവകിയമ്മ കേൾക്കുമ്പോൾ ഈ സാലുമരത തിമ്മക്കയും വരും, അപ്പം തന്നെ തുളസി ഗൗഡ കൂടെ വരും. അങ്ങനെ വരണം. ആ കണക്ഷൻ നിങ്ങളുടെ തലയിൽ എന്നുണ്ടാകുന്നു അന്ന് മുതൽ നിങ്ങൾ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിനോടൊപ്പം തന്നെ എടുത്ത് പറഞ്ഞു പോകേണ്ട മറ്റു കാര്യങ്ങളാണ് കീർത്തി ചക്രയും അശോക ചക്രയും. കീർത്തി ചക്ര ലഭിച്ചിരിക്കുന്ന നമ്മുടെ ഗഗൻയാൻ്റെ പൈലറ്റായിട്ടുള്ള, അതുപോലെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലെനയുടെ ഹസ്ബൻഡ് ഇവിടെ ആയിട്ടുള്ള ശ്രീ പ്രശാന്ത് ബാലകൃഷ്ണനാണ്. അതുപോലെ അശോക ചക്ര ലഭിച്ചിരിക്കുന്ന വേറെ ആർക്കുമല്ല, ശുഭാംശു ശുക്ലയ്ക്കാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്ത ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അദ്ദേഹം. അപ്പോൾ അതേപോലെ ജെൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അടുത്തത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ശൗരി ചക്ര. അപ്പോൾ വനിതകൾക്ക് കൊടുക്കുമ്പം കുറച്ച് ശൗര്യം കൂടുതലാണ്. അപ്പം ശൗരി ചക്ര കിട്ടിയത് K ദിൽനയ്ക്കും രൂപയ്ക്കുമാണ്. ഇതിൽ K ദിൽന മലയാളിയാണ്, രൂപ പുതുച്ചേരി സ്വദേശിയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് കാണുന്നവർക്ക് ദിൽനേനെ രൂപേനെ മനസ്സിലായി കാണും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെല്ലാവരും സാറിന് അറിഞ്ഞുകൂടെങ്കിൽ സാറും ഒന്ന് പഠിച്ചു വയ്ക്കുക. നമ്മുടെ പെൺപിള്ളേർ ചില്ലറക്കാരിയൊന്നുമല്ല. ഒരു പായ് വഞ്ചിയിൽ ലോകം മുഴുവൻ ചുറ്റിയിട്ട് തിരിച്ചു വന്നതാണ്. ശൗര്യചക്ര ഇങ്ങനെ കിട്ടുന്നത് അത് ആ ഒരു കറണ്ട് അഫേഴ്സിന് നേരത്തെ നമ്മൾ പറഞ്ഞ അതേപോലെയുള്ള ഇമ്പോർട്ടൻസ് വരികയാണ്. ഹർമൻപ്രീത് കൗറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഉള്ളൊരു ഇമ്പോർട്ടൻസ് ശൗര്യചക്രയ്ക്കും വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇതിൽ. പോയിന്റ് നെമോ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. പോയിന്റ് നെമോ നമ്മുടെ പസഫിക്കിലുള്ളതാണ്. അവിടുത്തെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലം എന്ന് പറയുമ്പോൾ
നമ്മളിങ്ങനെ അടുത്ത് വേറെ ഇല്ല വാസസ്ഥലങ്ങൾ ഇല്ല, അതായത് ആ ഡിസ്റ്റൻസ് നമ്മളിങ്ങനെ നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഒറ്റപ്പെടും, അതായത് ഒരു മനുഷ്യന് എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും അകലമുള്ളൊരു പോയിന്റാണ് പോയിന്റ് നെമോ. ഇവർ രണ്ടുപേരും കൂടെ ഈ പായ് വഞ്ചിയിൽ അവിടെ പോയിട്ട് വന്നു. നമ്മൾ ഈ പറയുമല്ലോ മാരുതി 800 ഹിമാലയത്തിൽ പോയിട്ട് വന്നെന്ന് പറയൂലേ, അതുപോലെ ഒരു പ്രതീതിയാണ് ഇത്. ഓക്കെ, അപ്പോൾ അത് ഒരു എന്താ പറയുക, ഒരു ഔട്ട്സ്റ്റാൻഡിങ് എഫേർട്ടാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാവരും ഓർക്കുക നമ്മുടെ ശൗര്യചക്രയും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പത്മ അവാർഡ്സ്. പ്രത്യേകിച്ച് നമ്മുടെ ജനുവരിയിൽ വരുന്ന അവാർഡ്സ് ആയതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമാണ് ഈ വർഷം മുഴുവൻ. അതുപോലെ കഴിഞ്ഞ വർഷം വന്ന അവാർഡ്സും കണക്ട് ചെയ്ത് പറയാനുള്ള എല്ലാ ഫാക്ട്സും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈൻഡിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എക്സ്ട്രാ ഫൈൻഡിങ്സ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ അടുത്ത കണ്ടൻറ്റിന് വേണ്ടിയിട്ട് സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തുക, അതിനോടൊപ്പം ഷെയർ ബട്ടൺ അമർത്തി പൊട്ടിക്കുക. അതുപോലെ തന്നെ ഇത് തീർന്നില്ല, നമ്മുടെ പത്മ അവാർഡ്സ് ഇത്രയല്ല, നമ്മളൊന്ന് ഒരു ഹിന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഒരു ഹൂക്ക് അല്ലേ, കൊളുത്തിപ്പിടിച്ച് കയറാനുള്ള ഹൂക്ക്. അപ്പോൾ അടുത്ത ഡീറ്റെയിൽഡ് ക്ലാസ് നമുക്ക് വരും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസ തരികയാണ്. തകർക്കുക, ഫോളോ ചെയ്യുക. താങ്ക് യു.